ഇന്നും കഥ കേൾക്കാൻ എല്ലാവരും കൂടിയിട്ടുണ്ടല്ലോ. ഇന്ന് എന്ത് കഥയാ പറയേണ്ടത്? മിടുക്കനായൊരു മുയലിൻ്റെ കഥ പറയാം. എല്ലാവരും കേട്ടോളൂ. കാട്ടിലെ മൃഗങ്ങൾക്ക് സ്വൈര്യവും സമാധാനം ഇല്ലെന്ന് വന്നാലോ? എന്താണെന്നല്ലേ കാരണം? കാട്ടിലെ രാജാവായ സിംഹം തന്നെ. സിംഹം ഏത് മൃഗങ്ങളെ കണ്ടാലും കൊന്നു തിന്നും. ദേഷ്യം വന്നാലോ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെയുള്ള ഈ സിംഹത്തിൽ നിന്ന് രക്ഷ നേടാൻ എന്താ ഒരു വഴി? എല്ലാ മൃഗങ്ങളും കൂടി ഒരു സഭ ചേർന്നു. സിംഹത്തിനെ ഓടിക്കണ്ടേ ഈ കാട്ടീന്ന്? സിംഹത്തിന് കയ്യിൽ രക്ഷപ്പെടണ്ടേ എല്ലാവർക്കും? അതിനായിരുന്നു അവരെല്ലാം കൂടി സഭ കൂടിയത്. പക്ഷെ ഈ സഭയിൽ ആര് സംസാരിക്കും? ആർക്കതിന് ധൈര്യമുള്ളത്? ആർക്കും ധൈര്യമില്ല. ഒടുക്കം മിടുക്കനായ മുയല് സംസാരിക്കാൻ മുന്നോട്ട് വന്നു. കൂട്ടുകാരോട് അവനിങ്ങനെ പറഞ്ഞു: കൂട്ടുകാരെ, നമുക്ക് ഈ സിംഹത്തിന് കയ്യിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിക്കണ്ടേ? എല്ലാവരും സമ്മതിച്ചു. സിംഹത്തിനെ കാട്ടിൽ നിന്ന് ഓടിച്ചാൽ മാത്രമേ മൃഗങ്ങൾക്ക് സ്വൈര്യം ഉണ്ടാവുകയുള്ളൂ. അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഒന്നിച്ചു നിന്നാലേ പ്രയോജനമുള്ളൂ. മുയലിൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടാണ് രാജാവായ സിംഹം അങ്ങോട്ട് കടന്നു വരുന്നത്. സിംഹത്തിനെ കണ്ടപ്പോഴേക്ക് ഓരോ മൃഗങ്ങളും ഓടാൻ തുടങ്ങി. മുയലാണെങ്കിലോ പേടിച്ച് വിറയ്ക്കാനും. സിംഹം പറഞ്ഞു: എന്താ, പ്രസംഗിച്ചാൽ മാത്രം മതിയോ? എന്നെ ഓടിക്കുന്നില്ലേ? പ്രവർത്തിക്കുന്നില്ലേ? വേഗം എന്നെ ഓടിച്ചോ, ദാ ഞാൻ നിൽക്കുന്നു. മുയല് കിടുകിടാ വിറച്ചുകൊണ്ട് അവിടുന്ന് ഒറ്റ ഓട്ട ഓടി. പിന്നെ മഷിയിട്ട് നോക്കിയിട്ട് പോലും അവനെ കണ്ടില്ല. ഇതിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? മിടുക്ക് പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രവർത്തിച്ച് കാണിക്കണം, അല്ലേ? എന്നാലേ ശരിക്കുള്ള മിടുക്കനാവുകയുള്ളൂ. ബുദ്ധിയാണോ ശക്തിയാണോ വലിയ കാര്യം? നമുക്കൊന്ന് നോക്കാം, അല്ലേ? കാട്ടില് മൃഗങ്ങൾക്കെല്ലാം രാജാവുണ്ട്. ആരാത്? സിംഹം. പക്ഷികൾക്കാണേല് രാജാവില്ല. പക്ഷികൾക്കൊരു രാജാവിനെ വേണം. പക്ഷികളെല്ലാവരും കൂടെ ഒരിടത്ത് ഒത്തുചേർന്നു. ആ കൂട്ടത്തില് കാക്കയുണ്ട്, മയിലുണ്ട്, തത്തയുണ്ട്, കുയിലുണ്ട്, താറാവുണ്ട്, പരുന്തുണ്ട്, ചെറിയ അടയ്ക്കാക്കുരുവി വരെയുണ്ട്. അപ്പോൾ ആരാകും രാജാവ്? മയില് പറഞ്ഞു: നോക്കിക്കേ, എന്റെ പീലി കണ്ടോ, എന്തു ഭംഗിയാ! രാജാവാകാൻ യോഗ്യം ഞാൻ തന്നെയല്ലേ? അപ്പൊ കാക്ക പറഞ്ഞു: ഞാനല്ലേ എല്ലായിടവും ശുചിയാക്കുന്നത്. തത്ത പറഞ്ഞു: എനിക്കല്ലേ സംസാരിക്കാൻ പറ്റുന്നത്. കുയില് പറഞ്ഞു: ഞാനല്ലേ നല്ല പാട്ടുകാരി. പരുന്ത് പറഞ്ഞു: ഞാനല്ലേ ശക്തിമാൻ, ഉയരത്തിൽ പറക്കുന്ന പക്ഷി. അപ്പൊ ആരാകും? ഒരു കാര്യം ചെയ്യാം, ഒരു മത്സരം വെക്കാം എന്ന് താറാവ് പറഞ്ഞു. എല്ലാ പക്ഷികളും തയ്യാറായി. പക്ഷികളുടെ മത്സരം എന്ന് പറയുമ്പോൾ അതെന്താ, ഒരു ഓട്ട മത്സരമായിരിക്കുമോ? അല്ല, പറക്കുന്ന മത്സരമാണ്, അല്ലേ? ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ആരാണോ അവരാണ് പക്ഷികളുടെ രാജാവ് എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു. അപ്പോൾ താറാവാണ് വിധികർത്താവായി ഇരിക്കുന്നത്. എല്ലാ പക്ഷികളും റെഡിയായി, പറക്കാൻ തയ്യാറായി നിന്നു. റെഡി, 1 2 3 പറഞ്ഞു. പക്ഷികളെല്ലാം പറക്കാൻ തുടങ്ങി. പറന്ന് പറന്ന് കുറേ എത്തിയപ്പോഴേക്കും ഓരോരുത്തരായി തളർന്നു താഴോട്ട് വരാൻ തുടങ്ങി. ഒടുവിൽ എല്ലാവരും നോക്കുമ്പോൾ, അല്ല, ഏറ്റവും മേളിൽ ആരോ പറക്കുന്നുണ്ടല്ലോ. അത് നമ്മുടെ പരുന്താ. പരുന്ത് തന്നെയായിരിക്കും നമ്മുടെ രാജാവ് എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്ക് ഈ പരുന്ത് ക്ഷീണിച്ചു. പരുന്ത് പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങി. പെട്ടെന്നതാ പരുന്തിന്റെ മേളില് ആരോ പറക്കുന്നു. അയ്യോ, അത് നമ്മുടെ അടയ്ക്കാക്കുരുവിയല്ലേ? എന്താ കാര്യം എന്നറിയാവോ? ഈ അടയ്ക്കാക്കുരുവി പറക്കാതെ പരുന്തിന്റെ മേളിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുക. പരുന്ത് എവിടെ വരെ പറന്നോ, പരുന്ത് ക്ഷീണിച്ച് ആ സ്ഥലത്തെത്തിയപ്പോഴേക്കും അതിൻ്റെ മേളിൽ നിന്ന് അങ്ങോട്ട് പറക്കാൻ തുടങ്ങി അടയ്ക്കാക്കുരുവി. ഇത്രയല്ലേ ഉള്ളൂ അടയ്ക്ക, ഇത്രയല്ലേ ഉള്ളൂ. പരുന്ത് ക്ഷീണിച്ച് താഴോട്ട് വന്നപ്പോഴേക്കും അടയ്ക്കാക്കുരുവി മേളിൽ പറന്നുകൊണ്ടിരിക്കുക. അപ്പം എല്ലാവരും പറഞ്ഞു: നോക്ക്, ഈ ചെറിയ അടയ്ക്കാക്കുരുവി ഇതേ പരുന്തിനേക്കാൾ മേളിൽ പറന്നുകൊണ്ടിരിക്കുന്നു.
എല്ലാവരും കൈകൊട്ടാൻ തുടങ്ങി. അടയ്ക്കാക്കുരുവി നമ്മുടെ രാജാവ്, അടയ്ക്കാക്കുരുവി നമ്മുടെ രാജാവ്. അങ്ങനെ അടയ്ക്കാക്കുരുവി താഴോട്ട് വന്നപ്പോൾ എല്ലാവരും കൈകൊട്ടി സ്വീകരിച്ചു. പരുന്താണല്ലോ നാണം കെട്ട് തല താഴ്ത്തി. ശക്തിയുണ്ട്, പക്ഷെ ഇവിടെ ആർക്കാണ് ബുദ്ധി? അടയ്ക്കാക്കുരുവിക്ക തിരിയുള്ളൂ. പക്ഷെ അവന്റെ ബുദ്ധിയാണ് അവനെ വിജയിയാക്കിയത്. അപ്പൊ ശക്തിയല്ല, ബുദ്ധിയാണ് വലിയ കാര്യം. നമുക്കെല്ലാവർക്കും ദൈവം ഓരോ കഴിവ് തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കഴിവ് കാണുമ്പോൾ നമ്മൾക്ക് അതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ശരിയാണോ? എന്നാ അങ്ങനെ ആഗ്രഹിച്ചൊരു കാക്കയുടെ കഥ ഞാൻ പറയട്ടെ. പണ്ടൊരു കാക്ക തനിക്ക് സൗന്ദര്യമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നടക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഭംഗിയുള്ള പീലി വിരിച്ചാടണ മയിലുകളെ കണ്ടു. അപ്പൊ കാക്കയ്ക്കുള്ളിലൊരു മോഹം, എനിക്ക് ഇതേപോലൊരു ഭംഗി കിട്ടിയിരുന്നെങ്കിൽ. എന്റെ സ്വരമാണെങ്കിലോ കേൾക്കാൻ കൊള്ളില്ല, എന്റെ നിറമാണെങ്കിലോ കാണുന്നവരെല്ലാം നെറ്റിച്ചുളിക്കും. കാക്കയ്ക്കും മയിലിനെ പോലെ സുന്ദരിയാവാനായിട്ട് കൊതിയായി. ഈ മയിലുകളെല്ലാം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ ഈ കാക്ക എന്ത് ചെയ്തെന്ന് അറിയാമോ? അവിടെ കുറെ മയിൽപ്പീലി ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. അതെല്ലാം കൊത്തിയെടുത്തു. എന്നിട്ട് തന്റെ വാലിന്റെ പിറകിലായിട്ട് ഇങ്ങനെ പിടിപ്പിച്ചു വെച്ചു. അപ്പൊ കണ്ടു കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള കാക്കയുടെ പീലിയാണെന്ന് തോന്നും. എന്നിട്ട് ഒന്ന് സ്വയം ഒന്ന് നോക്കി, കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഇത് ആരേലും ഒന്ന് കാണിക്കണ്ടേ ഈ ഭംഗി? അതിനു വേണ്ടിയിട്ട് വേറെ പക്ഷികളുടെ അടുത്ത് ചെന്നു. വേറെ എന്ന് പറഞ്ഞാൽ വേറെ കാക്കകളുടെ അടുത്താണ്. അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു, നോക്കൂ, ഇത് കണ്ടോ, എനിക്ക് മനോഹരമായ പീലികൾ കണ്ടില്ലേ? അപ്പൊ നിങ്ങളെക്കാളൊക്കെ എത്ര സുന്ദരിയാണ് ഞാന് എന്നും പറഞ്ഞു. അപ്പൊ അവരൊക്കെ പറഞ്ഞു, അവരൊക്കെ ഇങ്ങനെ സംശയത്തോടെ ഇത് കാക്ക തന്നെയാണോ? ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒരാളെ. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. കാക്കയാണെങ്കിലും അങ്ങ് പൊങ്ങച്ചം പറയാനും തുടങ്ങി. താൻ സ്വയം ഒരു സുന്ദരിയാണെന്ന് മനസ്സിൽ തോന്നിയിട്ട് കാക്ക എന്തെല്ലാം പറഞ്ഞു കൂട്ടിയെന്ന് കാക്കയ്ക്ക് തന്നെ അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ശക്തിയായ കാറ്റ്, കാടല്ലേ എപ്പോഴും കാറ്റൊക്കെ വരും, നല്ല ശക്തിയായ കാറ്റ് വന്നു. എല്ലാവരും ഇങ്ങനെ മണ്ണൊക്കെ കണ്ണി വീണിട്ട് ഇങ്ങനെ ഭയങ്കര കൈയൊക്കെ കൊണ്ട് ചിറകൊക്കെ കൊണ്ട് ഇങ്ങനെ തടുക്കണുണ്ട്. പെട്ടെന്ന് എല്ലാവരും നോക്കുമ്പോൾ കാക്കയുടെ ഈ പുതുതായി വെച്ച തൂവലുകളുണ്ടല്ലോ, തൂവലെന്ന് പറയാൻ പറ്റില്ല, മയിൽപ്പീലികളാണ് അല്ലേ, അതെല്ലാം കാറ്റത്ത് പറന്നു പോയിരിക്കുന്നു. ഇപ്പൊ കാക്ക പഴയ കാക്ക തന്നെ. കാറ്റ് പോയി കഴിഞ്ഞ് കാക്ക നോക്കുമ്പോൾ പീലിയൊന്നുമില്ല. എല്ലാ കാക്കകളും തന്നെ നോക്കി പരിഹസിക്കുന്നു. കാക്ക നാണം കെട്ട് അവിടുന്ന് പറന്ന് ദൂരേക്ക് പോയി. ആദ്യം തന്നെ ഈ പൊങ്ങച്ചൻ പറയണായിരുന്നു, മറ്റൊരാളെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കണമായിരുന്നു. വേണ്ട. അപ്പൊ ശരിക്കു പറഞ്ഞാല് കാക്ക ഒരു വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളാകാൻ ശ്രമിക്കുക, മറ്റൊരാളാവാൻ ശ്രമിക്കാതിരിക്കുക. എല്ലാവർക്കും മിഠായി തിന്നാൻ ഇഷ്ടമല്ലേ? നല്ല സ്വാദുള്ള മിഠായി ആണെങ്കിൽ ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക? ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ? സത്യത്തിൽ അതൊരു അത്യാഗ്രഹമല്ലേ? ഒരു കോഴി ദിവസത്തിൽ എത്ര മുട്ടയിടും? ഒരു മുട്ടയിടുള്ളൂ. അത് പൂങ്കോഴിയാണോ പിടക്കോഴിയാണോ? പിടക്കോഴിയാണ്. ഇനി ഈ പിടക്കോഴി ഒരു ദിവസം 2 മുട്ടയിടുന്ന ആഗ്രഹിച്ചാലോ? ഇങ്ങനെ ആഗ്രഹിച്ചൊരു അമ്മുമ്മയുണ്ടായിരുന്നു. ആ അമ്മുമ്മയുടെ കഥ നമുക്കൊന്ന് കേൾക്കാം. ഒരിടത്തൊരു അമ്മുമ്മയ്ക്ക് 2 കോഴികളുണ്ടായിരുന്നു. ഒരു പൂവൻകോഴിയും ഒരു പിടക്കോഴിയും. പൂവൻകോഴി മുട്ട ഇടാറേയില്ല. കാരണം എന്താ? പൂവൻകോഴി മുട്ടയിടൂല. പിടക്കോഴി ദിവസം ഓരോ മുട്ട വീതം ഇടും. അമ്മുമ്മ ഈ മുട്ടയെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെക്കും, എന്നിട്ട് വിൽക്കും. അപ്പം കാശ് കിട്ടും. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അമ്മുമ്മ ഓർത്തു, ഞാനെന്തിനാ ഈ പൂവൻകോഴിയെ വെറുതെ വളർത്തുന്നത്? വെറുതെ തീറ്റയൊക്കെ കൊടുത്തിട്ട് അവനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്മുമ്മ തട്ടിക്കളഞ്ഞു. അതിനെ കൊന്നു കറി വെച്ച് തിന്നു. പിന്നെ ഈ പിടക്കോഴി മാത്രമേ ഉള്ളൂ അല്ലേ? ഈ പിടക്കോഴിക്ക് ദിവസവും ഭക്ഷണം കൊടുക്കും. ദിവസവും അത് ഒരു മുട്ട വീതം ഇടാറുള്ളൂ. അപ്പം അമ്മ വിചാരിച്ചു, ഇതിപ്പോൾ ഒരു ദിവസം 2 മുട്ട ഇട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? 2 മുട്ട ഇടാൻ ഒരു കാര്യം ചെയ്യാം, ഇതിന് കുറേ തീറ്റ കൊടുക്കാം. അങ്ങനെ അമ്മുമ്മ ദിവസവും കുറേ തീറ്റ ഈ പിടക്കോഴിക്ക് കൊടുത്തു തുടങ്ങി. കോഴി തീറ്റയൊക്കെ തിന്നിട്ട് നന്നായിട്ട് തടിച്ച് കൊഴുത്ത് സുന്ദരക്കുട്ടപ്പിയായിട്ട് വളർന്നു. പക്ഷെ മുട്ടയുടെ എണ്ണം കൂടിയോ? ഇല്ല. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ കോഴി മുട്ട ഇടാതെയായി, മടിച്ചിയായി. വണ്ണമൊക്കെ വെച്ചിട്ടേ ഇങ്ങനെ ഇരുന്നിട്ടേ
മടിച്ചായിട്ട് ഒരു മുട്ട പോലും ഇടുന്നില്ല. അമ്മുമ്മയ്ക്ക് ആകെ നിരാശയായി. 2 മുട്ട ആഗ്രഹിച്ചിട്ട് ഇപ്പോ ഒരു മുട്ട പോലും കിട്ടുന്നില്ല. തീറ്റ മുഴുവൻ കൊടുത്ത് കാശും പോയി. അമ്മുമ്മയുടെ അത്യാഗ്രഹത്തിന്റെ ഫലം നോക്കണേ. 2 മുട്ടയുടെ സ്ഥാനത്തിപ്പോ ഒരു മുട്ട പോലും ഇല്ല. അല്ലേ? 2 ആഗ്രഹിച്ചു, ഒന്നുപോലും കിട്ടുന്നില്ല. അപ്പൊ അത്യാഗ്രഹം ഉണ്ടായാൽ എന്താ ഫലം? അത് നമുക്ക് ഉള്ളതുകൂടി ഇല്ലാതാക്കുക, അല്ലേ? അമ്മുമ്മയുടെ കഥ നമ്മളെ അതാ പഠിപ്പിക്കുന്നത്.